ഹായ് ഡിയേഴ്സ്, ഒരു സംഭവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ കാണിച്ചു തരാം, എന്താവുമെന്ന് അറിയത്തില്ലല്ലോ. ഇതാണ് ഗൈസ് കിണ്ണത്തപ്പം. പണ്ടത്തെ കിണ്ണത്തപ്പം എന്ന് പറയത്തില്ല, ഇതിപ്പോൾ കിണ്ണത്തിലല്ലെന്നേ ഉള്ളൂ. ഇതിൽ നമ്മൾ കരിപ്പോട്ടിയായിരുന്നു, കരിപ്പോട്ടി തിളപ്പിച്ച് അരിച്ചൊഴിച്ചത്, ഗോതമ്പ് പൊടി, ഇച്ചിരി ചോറ്, പിന്നെ ചുമന്നുള്ളിയാണ് ഇത് മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ചുമന്നുള്ളി മൂപ്പിച്ചിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ഇച്ചിരി കൂടെ ഒഴിച്ചിട്ട് അങ്ങ് ഒഴിച്ചതാണ് ഗൈസ്. ഇത് വേവട്ടെ ഗൈസ്, എന്താവോ എന്തോ, എന്തരോ എന്തോ എന്ന് പറയുന്ന പോലെ. ഈവനിങ് ചായയുടെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കിയതാണ് ഗൈസ്. രാവിലെ കുറേ ഇഡ്ഡലി ഉണ്ടാക്കി വെച്ച്. ഇഡ്ഡലിയുടെ മണം കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ വയ്യ, എനിക്ക് കൊതി വരുന്നു ഗൈസ്. അങ്ങനെ എനിക്ക് ചില സമയത്ത് കണ്ടോ ഇരിക്കുന്നുണ്ടോ ഗൈസ്, അവിടെ കേട്ട് കൊതി കൂടിയാണ് അസുഖം വന്നത് എനിക്ക്. പിന്നെ വെണ്ടയ്ക്ക മെഴുക്ക്, ഇതാണ് ഞാൻ കഴിക്കുന്നത്. എണ്ണയൊന്നും ഒഴിക്കാതെ മഞ്ഞൾപ്പൊടിയും പച്ചവെള്ളവും ഉപ്പും ചേർത്തിട്ട് വെണ്ടയ്ക്കയും ഒരു ഉരുളക്കിഴങ്ങും സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും ഒക്കെ ചേർത്തുണ്ടാക്കിയതാണ് ഗൈസ്. അവിടെ ഇരിക്കട്ടെ. അതാണ് ഇതൊക്കെയാണ് എൻ്റെ രാത്രിയിലത്തെ ഭക്ഷണം. മുടിയിലാറ് ഗാഡ് ബ്ലാഡറിനകത്ത് കല്ലാണ് ഗൈസ്. കല്ലുരുകുന്ന മരുന്ന് തന്നിട്ടുണ്ട്, മീൻസ് ടാബ്ലറ്റ്സ്. 3-4 മാസം കഴിക്കണം. ഇത് പരിപ്പ് കറി, ഇതൊക്കെ അടിക്കാം ഗൈസ്. ഒന്നുകൂടെ തുറന്ന് നോക്കട്ടെ. ഇത് വേവുന്നുണ്ട് ഗൈസ്. ഇത് ഇങ്ങനെ പൊങ്ങി ഡാൻസൊക്കെ കളിക്കുന്നു. ഇതിലെന്തിനാണ് വെള്ളം ഇങ്ങനെ ഊറി വരുന്നത്? എണ്ണയായിരിക്കുമെന്ന് തോന്നുന്നു. വേവട്ട് ഗൈസ്, എണ്ണ മാറണമായിരിക്കും. എന്തുവാണെന്ന് അറിയത്തില്ല. ഞാനൊരു യൂട്യൂബ് ചാനലിൽ കണ്ട് ചെയ്തതാണ് ഗൈസ്. ഞാനൊരു യൂട്യൂബ് ചാനലിൽ വീഡിയോ അത് സൂപ്പറാണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ ഗൈസ്, ഉള്ള ഇത് നല്ലതാവും കേട്ടോ ഗൈസ്. നല്ലോണം വെന്തിട്ട് സെറ്റാവുമെന്ന് തോന്നുന്നു ഗൈസ്. കണ്ടോ, വെളിച്ചെണ്ണയാണ് ഗൈസ് ഇത് തെളിഞ്ഞ് വന്നത്. വെന്തപ്പം സൈഡിൽ നിന്നേ വെന്തപ്പം വെളിച്ചെണ്ണയാണ് തെളിഞ്ഞ് വന്നത്. ഇരിക്കട്ടെ ഗൈസ്. ഹലോ ഗൈസ്, കിണ്ണത്തപ്പം തണുക്കാനായിട്ട് എടുത്ത് മാറ്റി വെച്ചിരുന്നതാണ് കേട്ടോ. ഇവിടെ ഭയങ്കര മഴ. നിങ്ങളെൻ്റെ നാട്ടിൽ മഴയുണ്ടോ ഗൈസ്? പിന്നെ ഞാനൊന്ന് കോറിയിട്ടായിരുന്നു ഓരോ കഷ്ണമായിട്ട് എടുക്കാനേ. അപ്പം ഇതിങ്ങനെ അങ്ങ് വരും ഗൈസ്. ഉണ്ടോ നല്ല അവർ ആ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ ഇങ്ങനെ വന്നത്. ഞാൻ പൊട്ടിച്ച് വെച്ചിരുന്നതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നേ. നെയ്യ് ഒഴിക്കാത്തതുകൊണ്ട് ഒരു ശകലം ഒന്ന് പിടിച്ചിട്ടില്ല, ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഗൈസ്. നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നല്ല മൊരിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഈ സൈഡ് മൊരിഞ്ഞതാണ് ഗൈസ്, അല്ലാതെ വേറൊന്നും സംഭവിച്ചിട്ടില്ല. കഴിച്ചു നോക്കട്ടെ ഗൈസ്, എനിക്ക് കൊതി വരുന്നു. നല്ല ഉള്ളി മൊരിഞ്ഞ മണം ഗൈസ്. അടിപൊളി. അവരെ വീഡിയോയിൽ അവർ നോൺ സ്റ്റിക്കിനകത്താണ് വെച്ചത്. നല്ല അലുവ പോലെ എണ്ണയിൽ മൊരിഞ്ഞതാണ്. എണ്ണയിൽ ഗോതമ്പ് മൊരിഞ്ഞാൽ എന്നാ ടേസ്റ്റാണെന്നറിയോ? അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ച് തിരിച്ചിരുന്ന ഉള്ളി സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഇച്ചിരി ചോറും ഗോതമ്പും കരിപ്പോട്ടി തിളപ്പിച്ചത്, ഇച്ചിരി ജീരകം ഇടാൻ ജീരകം കിട്ടിയില്ല, ഇതുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ്. എനിക്ക് കൊതി വന്നതെല്ലാം കൂടെ ഞാൻ തിന്ന് തീർന്നു. അപ്പം മൊരിഞ്ഞിരിക്കുന്നു. ഇത് പേടിക്കണ്ട, ഇത് എണ്ണ കരിഞ്ഞതാണ് കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല.
കിടുകിടുവേ കിടുകിടുവേ കിടിലോസ്കി സാധനം. ഞാൻ ഒരു കഷ്ണവും കൂടെ അങ്ങ് തിന്നാൻ പോവാണ് ഗൈസ്. ഇനി എന്ത് വേണമെങ്കിലും വരാം. എനിക്കാണെങ്കിൽ ഇത് തിന്നൂടാ. എണ്ണ പറ്റുന്ന കഴിച്ചുകൂടാ. വെളിച്ചെണ്ണ കഴിക്കാം, അങ്ങനൊന്നും കുഴപ്പമില്ല. വെളിച്ചെണ്ണയ്ക്കൊന്നും കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. നല്ല പെരുമഴ. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു കേട്ടോ.